എന്താണ് മോട്ടിവേറ്റഡ് ലൈറ്റ്? ഈ സീനിൽ നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഹെയറിന്റെ ഈ ഭാഗത്ത് ഒരു ചെറിയ മഞ്ഞപ്പോട് കൂടിയ ലൈറ്റ് കാണാൻ നിങ്ങൾക്ക് സാധിക്കും. ആ ലൈറ്റ് എവിടെ നിന്ന് വരുന്നു? എന്റെ ബാക്കിലായിട്ട് ഇവിടെ ക്യാൻഡിൽ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കും ഈ ഒരു ക്യാൻഡിലിൽ നിന്നാണ് ലൈറ്റ് വരുന്നത്. ഒരിക്കലും അല്ല. ശ്രദ്ധിച്ചു നോക്കൂ, ഇതാണ് ലൈറ്റിന്റെ സോഴ്സ്. ഈ ലൈറ്റ് ഞാൻ മാറ്റി കഴിഞ്ഞാൽ എന്റെ ഹെയറിന് കൊടുത്തിരുന്ന ആ ഒരു ലൈറ്റ് അപ്രത്യക്ഷമായതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ സീനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ലൈറ്റ് സോഴ്സിന് നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര ഇന്റൻസിറ്റി തരാൻ അല്ലെങ്കിൽ പവർ തരാനുള്ള കഴിവില്ലാതെ വരുമ്പോൾ ആ ലൈറ്റ് സോഴ്സിനെ അനുകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ലൈറ്റ് സോഴ്സിൽ നിന്ന് മോട്ടിവേറ്റഡ് ആയി നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു കൃത്രിമ ലൈറ്റ് സോഴ്സ് ആണ് മോട്ടിവേറ്റഡ് ലൈറ്റ്. ഇത് സിമ്പിൾ അല്ല, ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്, എനിക്ക് മനസ്സിലാവും. പക്ഷേ ബേസിക് കോൺസെപ്റ്റ് ഇതാണ്. നമ്മൾ സിനിമയൊക്കെ കാണുമ്പോൾ വളരെ ഭംഗിയുള്ള ഒരു നായിക കയ്യിൽ ഒരു ചിരാത് പിടിച്ചിട്ട് വരുന്ന സമയത്ത് നായികയുടെ മുഖത്ത് ഒരു മഞ്ഞപ്പോട് കൂടിയ ഒരു ലൈറ്റ് നിങ്ങൾ കാണാറില്ലേ? നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്, അത് ചിരാതിൽ നിന്ന് വരുന്ന വെട്ടമല്ല. ഒരു ചെറിയ ചിരാതിൽ നിന്ന് വരുന്ന വെട്ടത്തിന് നായികയുടെ മുഖത്തിന് അത്രയും നന്നായിട്ട് ലൈറ്റപ്പ് ചെയ്യാനായിട്ടുള്ള ഇന്റൻസിറ്റി അല്ലെങ്കിൽ പവർ കാണത്തില്ല. അതിന്റെ പേരിൽ അതൊരു മോട്ടിവേറ്റഡ് ലൈറ്റ് ആയിരിക്കും. ഒരു മോട്ടിവേറ്റഡ് ലൈറ്റ് നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ ഏത് ലൈറ്റ് സോഴ്സിൽ നിന്നാണോ അത് മോട്ടിവേറ്റഡ് ആയത്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ലൈറ്റ് സോഴ്സിനെയാണോ അനുകരിക്കാൻ ശ്രമിക്കുന്നത് ആ ലൈറ്റ് സോഴ്സിന്റെ വൈറ്റ് ബാലൻസിലുള്ള ഒരു ലൈറ്റ് ആയിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ടത്. ഇവിടെ ഞാൻ വെച്ചിരിക്കുന്ന ഈ ക്യാൻഡിൽ നിന്ന് വരുന്ന ലൈറ്റ് ചെറിയൊരു മഞ്ഞ ടിൻറ്റോട് കൂടിയതാണ്. അതായിട്ട് ബന്ധപ്പെട്ട ഒരു ലൈറ്റ് ആണ് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, ഒരു മഞ്ഞ ടിൻറ്റോട് കൂടിയ ലൈറ്റ്. ഈ വൈറ്റ് ബാലൻസിന്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാൻ വിട്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ മോട്ടിവേറ്റഡ് ലൈറ്റ് വളരെ അർത്ഥശൂന്യമായ ഒരു കാര്യമായിട്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ആയിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മൾ വീണ്ടും കാണും നാളെ ഇതേ സമയം വളരെ ഹെൽപ്ഫുൾ ആയ പുതിയൊരു ടോപ്പിക്കുമായി.